GSTയിൽ സമഗ്ര പരിഷ്കരണവുമായി കേന്ദ്ര സർക്കാർ. നിരക്കുകൾ ഇനി മുതൽ 5%, 18% എന്നീ 2 സ്ലാബുകളാക്കി ചുരുക്കാൻ GST കൗൺസിൽ തീരുമാനിച്ചു. ഇതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ ഭൂരിഭാഗം സാധനങ്ങളുടെയും വില കുറയുമെന്ന് GST കൗൺസിൽ യോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഈ മാസം 22 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് രാജ്യത്തിന് ദീപാവലി സമ്മാനമായി നികുതി ഭാരം വലിയ തോതിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള GST പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ മാസം 3-ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ ദൈനംദിന ഉപയോഗത്തിനുള്ള ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെ വലിയ അളവിൽ ഒഴിവാക്കാനും നിലവിലുള്ള 4 നിരക്കുകളായ 5, 12, 18, 28% എന്നിവയിൽ നിന്ന് GST നിരക്കുകൾ 5, 18% എന്നിങ്ങനെ 2 നിരക്കുകളായി പരിമിതപ്പെടുത്താനും തീരുമാനമായി. ഇതോടെ 12%, 28% നികുതി സ്ലാബുകൾ പൂർണ്ണമായി ഇല്ലാതാകും. സെപ്റ്റംബർ 22 മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. This reform is not just on rationalizing rates. It's also on structural reforms. It's also on ease of living, so that businesses can do their business of working together with the GST with a great ease. So we have corrected inverted duty structure problems. We've resolved classification related issues, and we've ensured that there will be stability and predictability about the GST. Rate rationalization, of course, we've reduced the slabs. There shall be only 2 slabs, and we are addressing also the issues of compensation cess. GSTയിലെ പുതുതലമുറ പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണക്കാർ, കർഷകർ, MSMEകൾ, മധ്യവർഗം, സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് GST നിരക്കുകൾ കുറച്ചിരിക്കുന്നതെന്ന് എക്സിൽ കുറിച്ചു. പരിഷ്കാരങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് സംരംഭകർക്ക് വ്യാപാരം എളുപ്പമാക്കുമെന്നും ജനജീവിതം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള പരിഷ്കാരങ്ങൾക്കാണ് 56ാമത് GST കൗൺസിൽ അംഗീകാരം നൽകിയത്. പരോക്ഷ നികുതി വ്യവസ്ഥ ലളിതമാക്കുക, ഉൾച്ചേർക്കലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, ദീർഘകാല വളർച്ചയ്ക്ക് അടിത്തറ പാവുക എന്നിവ ലക്ഷ്യമിട്ടുള്ള അടുത്ത തലമുറ പരിഷ്കാരങ്ങളാണിവ. പൊതുവെ ഇത് കൂടുതൽ ബോയൻസി, കൂടുതൽ ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു നീക്കമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. പിന്നെ പ്രധാനമായിട്ടും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിനകത്താണ് ഏറ്റവും കൂടുതൽ GST റേറ്റ്സ് കുറച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇതിനകത്തുനിന്ന് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഡെവല്യൂഷൻ എങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുക, അതിന് ഉണ്ടാകാൻ പറ്റുന്ന നഷ്ടങ്ങളെ കൂടെ നികത്താൻ പറ്റിയാൽ ഇതൊരു നല്ല രീതിയിലുള്ളൊരു നീക്കം തന്നെയായിരിക്കും. പരിഷ്കരണത്തിന്റെ കാതൽ നിലവിലെ 4 തല ഘടനയ്ക്ക് പകരമായി 5%, 18% എന്ന 2 സ്ലാബ് GST വ്യവസ്ഥയാണ്. പാൻ മസാല, സിഗരറ്റ്, ഗുഡ്ക, പുകയില ഉൽപ്പന്നങ്ങൾ, എയറേറ്റഡ് പാനീയങ്ങൾ എന്നിവയോടൊപ്പം ഉയർന്ന നിലവാരമുള്ള ഓട്ടോമൊബൈലുകൾക്ക് മാത്രമേ 40% പ്രത്യേക നികുതി ബാധകമാകൂ. ഇത് വരുമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ലാളിത്യം ഉറപ്പാക്കും. ഈ പുതിയ ഘടന ചട്ടപാലനത്തിലെ സങ്കീർണത കുറയ്ക്കുകയും നികുതി സുതാര്യത മെച്ചപ്പെടുത്തുകയും ഉപഭോക്താക്കൾ മുതൽ MSMEകൾ വരെയുള്ള എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. കുടുംബങ്ങൾക്ക് ഉടനടി നേട്ടമുണ്ടാകും. പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ടൂത്ത് ബ്രഷ്, ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി 5% GST സ്ലാബിൽ ഉൾപ്പെടുത്തും. അതേസമയം പനീർ, വെണ്ണ, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയെ GSTയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെയും GSTയിൽ നിന്നും ഒഴിവാക്കി. സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവയുടെ വില കുറയും. കണ്ണടകളുടെ GST നിരക്ക് 28% നിന്നും 5% ആവുന്നതോടെ വിലയും കുത്തനെ കുറയും. ഇത് ജീവിത ചെലവ് ലഘൂകരിക്കും. കൂടാതെ ഗാർഹിക ഡ്യൂറബിൾസ്, TVകൾ, എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷറുകൾ എന്നിവയുടെ GST 28% നിന്നും 18% ഇത് ആധുനിക സൗകര്യങ്ങൾ കൂടുതൽ പ്രാപ്യമാക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് GST കുറച്ചതിലുള്ള ഒരുപാട് ഗുണമെന്ന് പറയുന്നത് സാധാരണക്കാരനും അതിന് താഴോട്ടുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടാവശ്യത്തിനുള്ള പല ഉൽപ്പന്നങ്ങൾ, അതായത് ഭക്ഷ്യ സാധനങ്ങളായാലും പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളായാലും
പ്രത്യേകിച്ച് പിന്നെ ഓണം സംബന്ധിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ ഇപ്പം നല്ല പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മുടെ മലയാളികൾ. അപ്പോൾ എന്തുകൊണ്ടും ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് ഫ്രിഡ്ജ് ആയാലും TV ആയാലും എന്തുകൊണ്ടും ജനങ്ങൾക്ക് അത് വലിയൊരു നേട്ടമാണ്. പിന്നെ ഭക്ഷ്യ സാധനങ്ങൾ അതിനും ഒരുപാട് ശതമാനം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 18% എന്നുള്ള 10%, 10% എന്നുള്ള 5% കുറച്ചിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ മെറ്റീരിയൽസ് ആയാലും സിമെൻറ്റ് മറ്റ് സാമഗ്രികളൊക്കെ നല്ലൊരു ശതമാനമാണ് കുറച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നത് ഏറ്റവും വലിയ ഒരു ഗുണം തന്നെയാണെന്ന് തന്നെ പറയാം. നംകീൻസ്, സോസുകൾ, പാസ്ത, ചോക്ലേറ്റുകൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ നികുതി വ്യവസ്ഥ നവീകരണം ഉൽപാദന ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു പ്രോത്സാഹനം നൽകുന്നു. നികുതി പരിഷ്കാരങ്ങൾ വിവിധ മേഖലയിൽ പരിവർത്തനാത്മകമായ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ്. ഉദാഹരണത്തിന്, പുനഃക്രമീകരിച്ച തീരുവ ശൃംഖലയ്ക്ക് കീഴിൽ ടെക്സ്റ്റൈൽ വ്യവസായം അഭിവൃദ്ധി പ്രാപിക്കുമെന്നും ഘടനാപരമായ പൊരുത്തക്കേടുകൾ പരിഹരിക്കുമെന്നും ചെലവ് കുറയ്ക്കുമെന്നും ആഭ്യന്തര ഉപഭോഗവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 2030ഓടെ $350 ബില്യൺ ആഗോള പവർ ഹൗസായി മാറാനുള്ള ടെക്സ്റ്റൈൽ മേഖലയുടെ കുതിപ്പിന് കരുത്തു പകരുന്നതാണ് GSTയിലെ മാറ്റങ്ങൾ. GST പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് വിൽപ്പന നടത്തുന്ന വാഹനങ്ങളുടെ വിലയിൽ വലിയ തോതിലുള്ള കുറവുണ്ടാക്കും. ഓട്ടോമൊബൈലുകളും കൺസ്യൂമർ ഡ്യൂറബിൾസും ഏറ്റവും നേട്ടമുണ്ടാക്കിയ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷിംഗ് മെഷീനുകൾ, 32 ഇഞ്ചിൽ കൂടുതലുള്ള TVകൾ എന്നിവയുടെ GST 28% നിന്നും 18% കുറയും. സർക്കാർ ഇപ്പോൾ അനൗൺസ് ചെയ്ത ഈ കുറവ് എല്ലാ മേഖലയിലും എന്ന പോലെ ഓട്ടോമൊബൈൽ മേഖലയിലും ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വരുത്തിയ ഗണ്യമായ കുറവ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാറുകൾ കൂടുതൽ അഫോർഡബിൾ ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കുറവ് കൊണ്ട് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ കാറുകളുടെ ആവശ്യകത കൂടുമെന്നും കൂടുതൽ ആളുകൾ കാറുകൾ വാങ്ങിക്കാൻ തയ്യാറാവുമെന്നും അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഒരു ഗ്രോത്തിന് അത് കാരണമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാർഷികാധിഷ്ഠിത ഗ്രാമീണ മേഖലകൾക്കും GSTയിലെ മാറ്റങ്ങൾ ഏറെ പ്രയോജനകരമാണ്. GST ഇളവ് കാർഷിക മേഖലയെ സുസ്ഥിരമാക്കുന്നതും ഗ്രാമീണ തൊഴിൽ മേഖലകളിലെ കൃഷിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. കാർഷിക യന്ത്രങ്ങൾക്കും ജലസേചന ഉപകരണങ്ങൾക്കും ഇനി വെറും 5% മാത്രമാണ് GST. ഇത് കർഷകരുടെ ചെലവ് കുറയ്ക്കുന്നു. പാൽ, പനീർ എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കിയത് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ കർഷക സൗഹൃദ കാഴ്ചപ്പാടിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ പ്രഖ്യാപനം. മത്സ്യബന്ധന, മത്സ്യകൃഷി വ്യവസായങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് പുതിയ നികുതി നിരക്ക്. സംസ്കരിച്ച സമുദ്രോൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, അവശ്യ രാസവസ്തുക്കൾ എന്നിവയ്ക്ക് 5% ഇനി നികുതി. മത്സരശേഷി മെച്ചപ്പെടുത്തുന്നതിനും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും 30 ദശലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും ഉപജീവനമാർഗം നടത്തുന്നതിനും ഈ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്നു. നിരക്ക് മാറ്റങ്ങൾക്ക് പുറമെ സർക്കാർ സംവിധാനം തന്നെ പരിഷ്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ചരക്ക് സേവന നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ സെപ്റ്റംബർ അവസാനത്തോടെ അപ്പീലുകൾ സ്വീകരിക്കാൻ തുടങ്ങും. ഡിസംബർ മാസത്തോടെ വാദം കേൾക്കും. 2026 മധ്യത്തോടെ തീർപ്പാക്കാത്ത കേസുകൾക്ക് പരിഹാരം കണ്ടെത്താനും കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. തർക്കപരിഹാരത്തിനുള്ള ശക്തമായ സംവിധാനം ഉറപ്പാക്കുന്നതിലൂടെ GST ചട്ടക്കൂടിനെ ഗണ്യമായി ശക്തിപ്പെടുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് GST ഭരണനിർവഹണത്തിലെ വിശ്വാസ്യത, സുതാര്യത എന്നിവയ്ക്കൊപ്പം സുഗമമായ ബിസിനസ് പ്രവർത്തനവും മെച്ചപ്പെടുത്തും.